എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യാൻ കാരണം? ഇപ്പോൾ നമുക്കറിയുന്ന ഒരുപാട് ആളുകളുണ്ടാവും വിസിറ്റിംഗ് വിസയിൽ വന്ന് 1-2 വിസിറ്റിംഗ് വിസ ഒക്കെ എടുത്തിട്ട് ജോബ് കിട്ടാത്ത ആളുകൾ. ഇതേപോലെ ചുരുക്കമാണ് 5 വിസിറ്റ് വിസ എടുത്തിട്ട് ജോലി കിട്ടാത്ത ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാം. യെസ്. ഇതേപോലെ തന്നെ എംപ്ലോയർ സൈഡിലും ഇഷ്ടംപോലെ ഇൻ്റർവ്യൂസ് ഒക്കെ നടത്തി എന്നിട്ടും അവരുദ്ദേശിക്കുന്ന ടൈപ്പിലേക്കുള്ള ഒരു എംപ്ലോയീസിനെ കിട്ടാത്ത എംപ്ലോയേഴ്സിന്റെ കഥയും നമുക്ക് ഇതേപോലെ തന്നെ പറയാൻ. യെസ്. ഇതിന് ഒരു കാരണം എന്താ വെച്ചാൽ ഈ വരുന്ന കാൻഡിഡേറ്റ്സിന് കിട്ടിയിട്ടുള്ള അവരെടുത്തുള്ള ക്വാളിഫിക്കേഷൻസോ അവർക്ക് കിട്ടിയിട്ടുള്ള ട്രെയിനിങ്ങോ അതിൽ ക്വാളിഫിക്കേഷൻസോ എഡ്യൂക്കേഷനൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിന് വേണ്ട രീതിയിലേക്കുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആയിരിക്കില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്കിൽമോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യണം? ഇപ്പോൾ നമ്മുടെ സ്കിൽമൗണ്ടിനെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ UAE നമ്മൾ എടുക്കുകയാണെങ്കിൽ UAE ഒരാൾ ജോലി നോക്കുമ്പോൾ ഒരു അക്കൗണ്ടിങ് ജോലി നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഏറ്റവും ആപ്റ്റായി നിൽക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് നമ്മുടെ കോഴ്സ്. കാരണം നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സായി പറയുന്നത് നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ദുബായ് ഗവൺമെന്റിന്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റായ KHD അപ്രൂവ് ആയ സർട്ടിഫിക്കേഷനാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഇന്റേൺഷിപ്പ് കൊടുക്കുന്നത് വെച്ചാൽ ഇവിടെ FTA അപ്രൂവ് ആയി നിൽക്കുന്ന ഒരു കൺസൾട്ടൻസി ഫേമിലാണ് അവർക്ക് എന്ത് ഓൺലൈനായിട്ട് ഇന്റേൺഷിപ്പ് കിട്ടുന്നത്. അതുപോലെ ഇപ്പോൾ FTA അപ്രൂവ്ഡ് എന്ന് പറയല്ല. FTA എന്ന് പറയുന്നത് ഫെഡറൽ ടാക്സ് അതോറിറ്റി. ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെ ഒരു ലാസ്റ്റ് നടന്നൊരു ഇവന്റ് ഉണ്ട്, ഹാക്കത്തോൺ. അതിൽ നമ്മൾ പങ്കെടുത്തിരുന്നു. സ്കിൽമോണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു ടീം പങ്കെടുക്കുകയും അതിൽ നമുക്ക് അവരുടെ ഹാക്കത്തോണിന്റെ 3rd പ്രൈസ് കിട്ടുകയും ചെയ്തു. കാരണം അത് ഞങ്ങളെ സംബന്ധിച്ചത് ഞങ്ങൾക്ക് വലിയ അച്ചീവ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഒരു മലയാളി കമ്പനി ഒരു പ്രൈസ് കിട്ടുന്ന ഒരു മലയാളി കമ്പനി ഞങ്ങളായിരുന്നു. സത്യം വേറെ ആരും ഉണ്ടായില്ല. സ്കിൽമോണ്ട് ആയിരുന്നു. അവരുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ വന്നിരുന്ന ന്യൂസ് വളരെ പ്രൗഡായിരുന്നു ഞങ്ങൾക്ക് ഒരു മൊമെന്റ്. അപ്പോൾ ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ UAE അല്ലെങ്കിൽ GCC ഒരു ജോലി നോക്കുന്ന ഒരു കാൻഡിഡേറ്റ് അവർക്ക് ഏറ്റവും ആപ്റ്റായിട്ട് ഉള്ള ഒരു കോഴ്സായിട്ടാണ് ഞങ്ങൾ ഇതിനെ മുന്നിൽ വെക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിന് ചേരാനായിട്ട് എന്താണ് ബേസിക് ക്വാളിഫിക്കേഷൻ വേണ്ടത്? +2 കഴിഞ്ഞ് ഏതൊരാൾക്കും നമ്മളെ കോഴ്സിന് ജോയിൻ ചെയ്യുന്നതാണ്. പക്ഷേ ഞങ്ങളൊക്കെ പ്രിഫർ ചെയ്യുന്നത് ഒരു ഡിഗ്രി ഒക്കെ മിനിമം കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം UAE പോലത്തെ ഒരു രാജ്യത്ത് ഒരു അക്കൗണ്ടന്റായി ജോലി കിട്ടാൻ. സത്യമാണ്. കാരണം ഈ +2 കഴിഞ്ഞിട്ട് ചേരാൻ വേണ്ടി ചേർന്ന് കഴിഞ്ഞാലും നമ്മളിപ്പോൾ ഒരു അക്കൗണ്ടന്റിനെ എടുക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ക്വാളിഫിക്കേഷൻ മിനിമം ഡിഗ്രി ഉണ്ടോ എന്ന് നോക്കും. അതെ. പിന്നെ നമ്മളെ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു നോൺ കൊമേഴ്സ് ഉള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് പോലും ഇപ്പോൾ സയൻസ് പറ്റും. അതെ. അപ്പൊ അവർക്ക് വേണ്ട മൊഡ്യൂളും കൂടി അടക്കമാണ് നമ്മളെ കോഴ്സിനകത്തുള്ളത്. പക്ഷെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് മിനിമം എനി ഡിഗ്രി ഉള്ള ഒരാളായിരിക്കണം എന്നുള്ളതാണ്. ഈ ഒരു കോഴ്സിനെ പറ്റി നിങ്ങൾ ഇങ്ങനെ ഡിസൈൻ ചെയ്തതിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറയാണ്, ഇനി ഗൾഫിൽ അക്കൗണ്ടിങ് വാക്കൻസീസ് കൂടും. അതായത് അതിന്റെ റേഞ്ച് മാറും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഇവിടെ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളെ കച്ചവട ബുക്ക് ആരും നോക്കലില്ല. നമ്മളെ ബിസിനസ് ആരും നോക്കാം, ആരെയും കാണിക്കണ്ട. എനിക്കിപ്പം ബിസിനസ് ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനും കാണിക്കണ്ട, അതിൽ നിന്ന് ശമ്പളം കൊടുത്ത് അങ്ങ് പോവാം. പക്ഷെ ഇപ്പം ടാക്സ് വന്നു. ടാക്സ് VAT കിട്ടുന്നത് ഇനിയിപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് വരുന്നുണ്ട്. ഇനി അങ്ങോട്ട് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇതിലൊക്കെ കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ വന്ന് ഓഡിറ്റിംഗ് വേണം. ഇപ്പം എല്ലാ കമ്പനീസും ഓഡിറ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അക്കൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ള ജോബ് സാധ്യതകൾ ഇവിടെ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിലവിൽ സ്കിൽമൗണ്ടിൽ എത്ര സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്? അതുപോലെ ഇവിടെ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിന് നിങ്ങൾ ജോലി കിട്ടാനായിട്ട് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ബാച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ ബാച്ചും ഓരോ മാസവും ഞങ്ങൾ 2 ബാച്ചായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം ഒരു 200 സ്ട്രെങ്ത് ആണ് നമ്മൾ ഓരോ മാസത്തെയും നമ്മുടെ സ്റ്റുഡൻറ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഒരു 1000+ സ്റ്റുഡൻസ് ഓൾറെഡി പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ടോട്ടൽ സ്റ്റുഡൻറ് സ്ട്രെങ്ത്. ഇനി ജോലി അല്ലെങ്കിൽ ജോബ് അസിസ്റ്റൻസ്, ജോബ് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ UAE എത്തണം ഒരു ടീം ജോലി കിട്ടണം എന്നുള്ളത്. അപ്പോൾ ആ കടമ കഴിഞ്ഞ ആളുകൾക്കാണ് ജോലിക്കുള്ള നെക്സ്റ്റ് സാധ്യത ഉള്ളത്. അപ്പോൾ നമ്മളെ ഭാഗത്തുനിന്ന് നമ്മളെ സ്റ്റുഡൻറ് മെൻറ്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. സ്റ്റുഡൻറ് മെൻറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റ് ആയിട്ട് ഒരു സ്റ്റാഫ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ പേഴ്സണൽ സ്കിൽസ്, അവരെത്രത്തോളം അവരുടെ CV അവർ അഗ്രസീവാണ്, അവർക്ക് എന്തൊക്കെ സ്കില്ലാണ് ഒരു ജോബ് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ ചില ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ ആ ഇംഗ്ലീഷ് അറിയാൻ നിങ്ങൾ ഇന്ന കോഴ്സ് ചെയ്യണം. ചില ആളുകൾക്ക് CV ടൈപ്പ് ചെയ്യാൻ അറിയുണ്ടാവില്ല, ഇമെയിൽ ടൈപ്പ് ചെയ്യാൻ അറിയുണ്ടാവില്ല. അപ്പോൾ അതിന് എന്തൊക്കെ ട്രെയിനിങ് ആണ് അവർ ചെയ്യേണ്ടത്, ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തൊക്കെ ഫെസിലിറ്റികളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കഴിവുകളാണ് ഉണ്ടാക്കേണ്ടത്. ഇങ്ങനെ സ്റ്റുഡൻസിനെ മോണിറ്റർ ചെയ്യാൻ നമുക്ക് സ്റ്റുഡൻറ് മെൻറ്റർ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അപ്പോൾ അതിലൂടെ അവർക്ക് ആ ക്വാളിറ്റി കൂട്ടാനുള്ള ഒരു സംവിധാനം നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്തു കൊടുക്കും ഔട്ട് ഓഫ് ദി ബോക്സിൽ. അതുപോലെ തന്നെ നമ്മുടെ റിയൽ ടൈമിലുള്ള UAE ജോബ് വാക്കൻസികൾ നമ്മൾ ഓൺ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നമ്മുടെ സ്റ്റുഡൻസിനെ ആഡ് ചെയ്തിട്ട് അതിലേക്ക് ഇവിടെ വരുന്ന ജോബ് പോസ്റ്റുകൾ നമ്മൾ ജെന്യൂൻ ആയ പോസ്റ്റുകളാണ്. ഒരുപാട് ജങ്ക് പോസ്റ്റുകളല്ലാതെ തന്നെ ജെന്യൂൻ പോസ്റ്റുകൾ നമ്മളതിൽ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തന്നെ പേഴ്സണലി അറിയുന്ന ഒരുപാട് കണക്ഷൻസ് ഉണ്ട്.
അവരിലൂടെ വരുന്ന ജോബ് ഒരു പോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലക്ക് ഇപ്പം എനിക്ക് നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇപ്പം ഞാൻ പരിചയപ്പെട്ടു. അപ്പൊ എന്റെ കമ്പനിയിലേക്ക് ഒരു അക്കൗണ്ടന്റിന് ആവശ്യമുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ ഫസ്റ്റ് ചിലപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അങ്ങനെയുള്ള റെഫറൻസും വരുന്നുണ്ടാവും. ഓഫ് കോഴ്സ്. ഇപ്പൊ ലാസ്റ്റ് ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരാള് അവർക്ക് ഒരു വേക്കൻസി വന്നപ്പോൾ അവർക്ക് അവരുടെ ഒരു റിലേറ്റീവിൽ ഒരാളെ അവരെന്ത് ചെയ്ത് നീ ഈ കോഴ്സ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരൊറ്റ ആൾ വന്നിട്ടുള്ളൂ. പക്ഷെ അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കോഴ്സിന്റെ റെലവൻസ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടായിരിക്കും. അങ്ങനെ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു നോർമൽ ബികോമുകാരൻ എന്നതിലുപരി അവർ ഈ UAE ആവശ്യമായ ഒരു അക്കൗണ്ടന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ജോലി കിട്ടലൊക്കെ ഈ പറഞ്ഞ പോലെ അയാളുടെ പെർഫോമൻസും എൻഡ് ഓഫ് ദി ഡേ അയാൾ പെർഫോമൻസ് ഡിപ്പെൻസും അയാൾ UAE വരുന്ന സമയത്ത് ജോബിന്റെ അവൈലബിലിറ്റിയും ആ ടൈമും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങളുടെ കോഴ്സ് ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ? ഓൺലൈനാണ് കോഴ്സ് ഉള്ളത് ഇപ്പോൾ ഉള്ളത്. പക്ഷെ നമ്മൾ ഓഫ്ലൈൻ നമ്മൾ ട്രെയിൻ സെന്റർ പലപ്പോഴും നമ്മളിപ്പോൾ +2 ഒക്കെ കഴിഞ്ഞ് പാർട്ട് ടൈം ജോബും ഡിഗ്രിയും ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടാവും. എസ്പെഷ്യലി UAE സ്റ്റുഡൻസ് ആണെങ്കിൽ അവരൊരു +2 കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഉപ്പാന്റെ ബിസിനസ് സഹായിക്കും, എന്തെങ്കിലും ഇങ്ങനെ ചെയ്തിട്ട് ഡിഗ്രി എടുക്കുക. ഈ ഡിഗ്രി എടുക്കുന്ന ടൈമിൽ തന്നെ നിങ്ങളെ കോഴ്സ് പഠിക്കാനായിട്ടുള്ള ഒരു ടൈം പീരീഡ്, ആ ഒരു എന്താ പറയുക അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഓഫ് കോഴ്സ് നമ്മുടെ ലൈവ് സെഷൻസ് എപ്പോഴും നമ്മൾ സ്റ്റുഡൻസിന്റെ ടൈമും കൂടി എന്ത് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമ്മൾ ആ ലൈവ് സെഷൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാറുണ്ട്. ഒരുപാട് കൺസെഷൻ ഇല്ലാതെ ഒരു മെജോറിറ്റി നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഓഫ് കോഴ്സ് നമ്മളെ ഈ ഓൺലൈൻ വരുന്ന സ്റ്റുഡൻസ് തന്നെയാണ് നമ്മുടെയും ഒരു ഓഡിയൻസ് ഉള്ളതുകൊണ്ട് അവരെയും നമ്മൾ കണക്കിലാക്കിയിട്ട് തന്നെയാണ് ആ ക്ലാസ്സുകൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. സ്കിൽ മൗണ്ടിന്റെ ഡയറക്ടേഴ്സിനോടാണ് ഇപ്പം ഞാൻ സംസാരിച്ചത്. മൂപ്പർ അമീൻ, അഫ്സൽ, അതുപോലെ താഹ. അപ്പം ഇവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ UAE ഒരു അക്കൗണ്ടിങ് ജോബിനായിട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് ജോലി അന്വേഷിക്കുന്നതിനും ഇവിടുത്തെ ജോബിന് ആപ്റ്റായിട്ടുള്ള ഒരു കോഴ്സ്, അതും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓൺലൈനായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതും. മറ്റൊന്ന് ദുബായ് ഗവൺമെൻറ് അപ്രൂവൽ സർട്ടിഫിക്കേഷനാണ് നമുക്ക് തരുന്നത്. അതുകൂടാതെ തന്നെ ഇവിടെയുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുകയാണ്. കോഴ്സ് കഴിഞ്ഞ ഉടനെ നമുക്ക് ഇവർ തരുന്ന എക്സ്പീരിയൻസ് ട്രെയിനിങ് ഒക്കെ UAE കമ്പനീസിൻ്റെയാണ്. അതൊരു പ്ലസ് പോയിന്റ് ആണ്, ബോണസ് പോയിന്റ് എന്ന് പറയാം. പല കമ്പനീസും അങ്ങനെ ചെയ്തു തരണമെന്നില്ല. അപ്പോൾ ഈ ഒരു കോഴ്സ് ഫീസും മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഞാൻ ഇതിലൊരു വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ത്രൂ എൻക്വയറി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൾ ചെയ്തിട്ട് അന്വേഷിക്കാം. താങ്ക് യു.